ഗുയ്സ് അങ്ങനെ പ്രകമ്പനം കണ്ടു, കൊള്ളാം, അടിപൊളി മൂവിയാണ്. പക്ഷേ എനിക്ക് ഇത് തോന്നിയത് നമ്മൾ അടികപ്പിയാരെ കൂട്ടമണിയുടെയും അതുപോലെ തന്നെ രോമാഞ്ചവും രണ്ടും കൂടെ ഒരു മിക്സിയിലിട്ട് അടിച്ചുണ്ടാക്കിയ ഒരു മൂവി. വലിയ വ്യത്യാസം തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ മേക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കൊള്ളാം. കഥ മോശമാണെന്നോ ഇല്ലെങ്കിൽ പടം കൊള്ളില്ല എന്നല്ല ഞാൻ പറയണം. പടം കൊള്ളാൻ, നൈസ് മൂവി, നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. അങ്ങനെ ലാഗൊന്നും തോന്നിയില്ല, പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആണ്. ആ ഒരു ഫൈറ്റ് സീക്വൻസും കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസാണ്. ആ ഒരു സീനിന് ആപ്റ്റായിട്ടുള്ള ഒരു സാധനം ഇട്ട പോലെ എനിക്ക് തോന്നി. പടം മൊത്തത്തിൽ അടിപൊളിയാണ്. ഇതൊരു കോമഡി, പിന്നെ ഇതിൻ്റെ കോമഡി എലമെൻറ്റ്സ് ആണ് മെയിൻ കാര്യം. പക്ഷേ ആ ഒരു സിനിമ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടികപ്പേരി കൂട്ടമണി രോമാഞ്ചമൊക്കെ കണ്ടപ്പോൾ കിട്ടിയ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതിലെ കോമഡിക്ക് ഒരുപാട് ചിരിച്ചു. പക്ഷെ ഇതിൽ മോശമാണെന്നല്ല, പക്ഷെ അത്രയ്ക്കങ്ങ് ചിരിക്കാൻ വന്നില്ല. എന്തോ ലൈക്ക് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഏജിലുള്ള ബോയ്സിൻ്റെ ഇടയിൽ വരുന്ന ടോക്സും അവരുടെ ആ ഒരു ഹോസ്റ്റൽ ലൈഫും ഒക്കെ കാണിക്കുന്നതാണ് മെയിൻ ഈ മൂവി ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്രേതം, അത് നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. പക്ഷെ അതിൽ അവരുടെ കോമഡീസ് ചില സ്ഥലത്ത് ഓക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില സ്ഥലത്ത് എവിടെയൊക്കെ ഡൗൺ ആയ പോലെ തോന്നി. അത്രയ്ക്ക് അങ്ങ് പൊട്ടിച്ചിരിക്കാൻ പാകത്തിന് കോമഡി ഉണ്ടോയെന്ന് നോക്കിയാൽ 1-2 സ്ഥലത്തൊക്കെ ഉള്ളൂ. സോ അത് വെച്ച് ഞാൻ ഫിലിമിനെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല. ഇപ്പോൾ പിന്നെ മറ്റേ മൂവീസ് പോലെ തോന്നി എന്ന് പറയുന്ന ഡീഗ്രേഡ് ചെയ്യുന്നതല്ല. മറ്റത് കണ്ടുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് സീനൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ ചില ക്ലീഷേ ബ്രേക്കിംഗ് സീൻസും ഉണ്ട്, അതൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. സോ മൊത്തത്തിലൊരു അടിപൊളി ഒരു എൻ്റർടൈനർ മൂവിയാണ് ഈ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ. വലിയ ലാഗൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പോയി കാണാം. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറിയിട്ടില്ല. കാരണം ലാസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കണ്ടിരിക്കാൻ. സോ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നൊരു മൂവിയാണ്. സോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ താഴെ കമൻറ്റ് ചെയ്യാം.